സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, from denial to a firm declaration of the life, from the life of Peter. Amen. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് അവൻ കർത്താവിനെ തള്ളിക്കളഞ്ഞതായ അവസ്ഥയിൽ നിന്ന് വീണ്ടും ധൈര്യത്തോടുകൂടെ ഹല്ലേലൂയ തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന പത്രോസിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. I want to talk to you this morning about Peter, who went from denial to conviction. ആമേൻ. പത്രോസിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് വളരെ വളരെ ഏറെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അനേക ചിന്തകളുണ്ട്. When we think about Peter, a lot of thoughts rush into our mind. ആമേൻ. പത്രോസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ കർത്താവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയതായ 3 ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനായിരുന്നു. Peter was one of the 3 of the disciples who was very close to Jesus. ആമേൻ. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനുമായിട്ടുള്ളതായ പ്രധാനപ്പെട്ടതായ പല സംഗതികളും ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുമ്പോൾ പത്രോസിനെ മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. And when you think about some of the important incidents that happened during Jesus' ministry, Peter was a core part of it. ആമേൻ. ഈ പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നു. We learn from the word that he was a fisherman. എന്നാൽ കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ താൻ സകലവും വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്നത്, കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. But we learn that once he knew Jesus, he left everything behind and followed Jesus. അതുപോലെ തന്നെ നാം പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് ചെയ്തതായ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും എല്ലാം താൻ ദൃക്സാക്ഷിയായിരുന്നു. താൻ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളെല്ലാം തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായ ഒരു വ്യക്തിയാണ്. He was also a person who was an eyewitness to all the miracles and wonders Jesus performed. ആമേൻ. അതുപോലെ തന്നെ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. We also know from the word that he was a very impulsive person. ആമേൻ. പെട്ടെന്ന് അതായത് വീണ്ടും വിചാരമില്ലാതെ ചിലപ്പോൾ താൻ ചിലപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We know that he acted and talked without giving much thought to it. ആമേൻ. അതുപോലെ തന്നെ പത്രോസ് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ പത്രോസ് വെള്ളത്തിന്മീതെ നടന്ന് കർത്താവിന്റെ അടുക്കലേക്ക് പോകുവാൻ തക്കവണ്ണം സന്നദ്ധത കാണിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. He was also one person who took the courage to walk on water towards Jesus. എന്നാൽ തന്റെ ചുറ്റുപാടുമുള്ളതായ തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ താൻ താഴോട്ട് പോയ വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We also learned that once he saw the storms and the waves, he started drowning. അതുപോലെ തന്നെ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് 12 ശിഷ്യന്മാർക്ക് ലഭിക്കാത്തതായ ഒരു വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് ലഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We also learned that a special revelation about the Christ was revealed to him that was exclusive to the apart from the other 11. എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണ്, അവിടുത്തെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നതായ ചോദ്യത്തിന് മറുപടിയായി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വളരെ ധൈര്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. We know that when he was questioned, he understood that he was Christ, the Son of the living God. അതുമാത്രമല്ല, നാം പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് മറുരൂപ മലയിലേക്ക് കടന്നു പോകുമ്പോൾ മറുരൂപ മലയിലേക്ക് പോയ വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് പത്രോസ്. We also learn that he was a person who was there in the transfiguration on that mount. ആമേൻ. മറ്റാർക്കും ലഭിക്കാത്തതായ കാഴ്ചയാണ് അവിടെ പത്രോസിനും യോഹന്നാനും യാക്കോബിനും അവിടെ ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. What John and James and Peter witnessed was exclusive to only them. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഓർപ്പിക്കുന്നതായ കാര്യം ഈ പത്രോസ് ആരായിരുന്നു എന്നും ഹല്ലേലൂയ പത്രോസിന്റേതായ അവസ്ഥ എന്താണെന്നും ഒന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. I share these so that you understand who Peter is. ആമേൻ. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്, കർത്താവ് എല്ലാവരുടെയും എല്ലാ ശിഷ്യന്മാരുടെയും പാദം കഴുകുവാൻ തക്കവണ്ണം പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോടുള്ളതായ ബഹുമാനം നിമിത്തം കർത്താവേ എൻ്റെ പാദം അവിടുന്ന് കഴുകരുത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. We also see that when Jesus was washing the
feet of the disciples, out of the respect that he had for Jesus, he refused to have his feet washed. ആമേൻ. എന്നാൽ കർത്താവ് അതിന് മറുപടിയായി പറയുന്നതായ സമയത്ത് കർത്താവെ പാദം മാത്രമല്ല എന്നെ മൊത്തമായി കഴുകണമേ എന്നുള്ളതായ നിലയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. But we also see that in response to Jesus, he said, not just my feet, wash me the whole body. എന്നാൽ ഈ പറയപ്പെട്ടതെല്ലാം നല്ല വശങ്ങളാണ് നാം കർത്താവിനെ അല്ലെങ്കിൽ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. We've thought so far about all the positive sides of Peter. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we turn our attention to the Gospel of Luke, 22-ാം അധ്യായം അതിന്റെ 54 എന്നുള്ളതായ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ in chapter 22 and verse 54, അവൻ പത്രോസിന്റെ ജീവിതത്തിലെ ഒരു 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 അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. we will pay attention to a certain circumstance in his life. ഹല്ലേലൂയ. താൻ അവിടെ കർത്താവായ യേശുക്രിസ്തു തന്നെ താൻ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളെ കുറിച്ച് നേരത്തെ അവരോട് പറയുന്നുണ്ട്. And he has been telling about what the experiences Jesus will go through. ആമേൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയും പറയുമ്പോൾ ഹല്ലേലൂയ പത്രോസ് നമ്മുടെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും ഞാൻ അങ്ങേ വിട്ടു പോകുകയില്ല എന്നുള്ളതായ നിലയിൽ വളരെ ധൈര്യത്തോടുകൂടെ കോൺഫിഡൻസോടുകൂടെയാണ് കർത്താവിനോട് താൻ സംസാരിക്കുന്നത്. When we see that despite others, Peter had this confidence that no matter what happens, even if he has to sacrifice his life, he was going to stick with Jesus. എന്നാൽ അതേ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 54 മുതലുള്ളതായ വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ മഹാപുരോഹിതന്മാരും അതുപോലെ റോമ പടയാളികളും ഒക്കെയും കടന്നു വന്ന് യേശുവിനെ പിടിക്കുവാൻ കടന്നു വന്നതായ വേളയിൽ പത്രോസ് അതുവരെ കണ്ടതായ പത്രോസിൻ്റെതായ ഒരു ചിത്രമല്ല നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. But in these verses we will read that when the high priest and Roman soldiers came to capture Jesus, we're seeing a different side of Peter. ആമേൻ. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ തന്നെ അലട്ടുന്നത് അപ്പോൾ അവിടെ അലട്ടിയതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? If you ask what was troubling Peter, what would that be? ആമേൻ. എന്തായിരിക്കും പത്രോസിനെ അവിടെ അലട്ടിയ സംഗതി? What troubled Peter? ആമേൻ. ഹല്ലേലൂയ. ഭയമായിരുന്നു. It was fear. ആമേൻ. ഹല്ലേലൂയ. താൻ നേരത്തെ എങ്ങനെയായിരുന്നു? ധൈര്യമുള്ള വ്യക്തിയായിരുന്നു. താൻ യേശുവിനോട് കൂടെ ഇരുന്നതായ സമയത്ത് പറയുകയാണ്, എനിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ അങ്ങയെ ഉപേക്ഷിക്കുകയില്ല, തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞതായ വ്യക്തി ഈ റോമ പടയാളികളെയും പുരോഹിതന്മാരുടെ ആൾക്കാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയം അത് കടന്നു വന്ന ധൈര്യം ചോർന്നു പോയതുപോലെ തോന്നുന്നു അവിടെ. And you can see this same person who said so much confident that even if I had to give my life, but when he saw the soldiers, he was filled with fear. കർത്താവ് പറയുകയാണ്, ഇന്ന് രാത്രിയിൽ കോഴി കൂകുന്ന 2 വട്ടം അമേൻ കൂകുന്നതിന് മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്നുള്ളതായ നിലയിൽ കർത്താവ് പ്രവചനമായിട്ട് സംസാരിക്കുകയായിരുന്നു. And we see Jesus in a prophetic manner say, even before the rooster crows twice, you will deny me thrice. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെതായ ആ പ്രവചനം അതുപോലെ തന്നെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And we find that Jesus' prophecy happened just as he said. ദൈവമേ, ഇന്ന് പൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. Let me say one thing. If our God says one thing, it will happen. ആമേൻ. ഹല്ലേലൂയ. പ്രവചനം ഇന്നുമുണ്ട്. എന്നാൽ പ്രവചനം എത്തുന്നതായ പേരിൽ നടക്കുന്നതായ പല സംഗതികളും ഇന്നുമുണ്ട്. Let me say this, the prophecy stands true even today. കർത്താവിൽ നിന്നുള്ളതായ പ്രവചനമാണെങ്കിൽ ഹല്ലേലൂയ ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെതായ പ്രവചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. If it is God's word, even if heaven and earth will move away, his words will stand. പത്രോസ് പറയുകയാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല എന്ന്. Peter says nothing like that is going to happen. എന്നാൽ കർത്താവ് പറയുന്നു, അല്ല, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും. But Jesus defies and says, no, this is how
it will happen. നമ്മെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവ പാദപിടുത്തങ്ങളിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. We are at the feet of a God who knows us completely. നമ്മുടെ അവസ്ഥ എന്താണെന്ന് കർത്താവിന് അറിയാം. He knows our circumstances. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടേതായ സങ്കടങ്ങൾ, ഇതെല്ലാം നമ്മുടേതായ അവസ്ഥകൾ എല്ലാം നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. We serve a God who knows our weaknesses, our sadness, and all our circumstances. ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാളെ നമ്മുടെ ജീവിതം എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു വർഷം കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത മാസമോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ ഞാനും നിങ്ങളും എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ളതായ ഒരു ഫോർ നോളജ്, നേരത്തെ ഉള്ളതായ ഒരു അറിവ് നമ്മുടെ ദൈവത്തിനുണ്ട്. Our God knows the foreknowledge of what is going to, if his coming is delayed, what's going to happen tomorrow, a month later, or even a year later. ഇതുവരെയും കൂടെ നടന്നതായ പത്രോസ്, Peter, who walked with Jesus so far, ഇതുവരെയും കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതായ പത്രോസ്, the Peter who saw all the wonders and the miracles, അവൻ പടയാളികൾ വന്നപ്പോൾ അകലം വിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന പത്രോസായിട്ട് മാറുന്നത് കാണാൻ for കഴിയും. we see that when the soldiers come, he distances himself from Jesus. എന്താണ് ഇവിടെ സംഭവിച്ച കാര്യം? What happened here? അവൻ ഭയമാണ്. It's fear. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും അലട്ടുന്നത് ഭയമാണെങ്കിൽ, ഹല്ലേലൂയ, ഭയത്തിനകത്ത് നമ്മൾ ആകുമ്പോൾ, ഭയം കൊണ്ട് നമ്മൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നാം ചെയ്യുന്നത് നാം പോലും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ അതായത് ചിന്തിക്കുവാൻ പോലും പ്രവർത്തിക്കുവാൻ പോലും ഓർക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു കൂട്ടി എന്ന് വന്നേക്കാം. If we are filled with fear and fear engulfs us, we start doing things that we would have never expected to do. ദൈവജനമേ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയാൽ, കർത്താവിൽ നിന്ന് അകലം വിട്ടു പോയാൽ, ഹല്ലേലൂയ, നമ്മെ നോക്കിയിരിക്കുന്നത് ചിലപ്പോൾ ഭയത്തിന്റെ ആത്മാവായിരിക്കാം. I tell you one thing, if you distance yourself from Christ, what is waiting for us is fear. ഹല്ലേലൂയ. പത്രോസ് ഇപ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ, ഹല്ലേലൂയ, 3 വട്ടം, ഹല്ലേലൂയ, കർത്താവിനെ തള്ളി പറയുവാനിടയായി. And just as Christ prophesied, he denied Christ 3 times. ആമേൻ. ഹല്ലേലൂയ. യേശുവിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ, കർത്താവിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയം നമ്മെ, ഹല്ലേലൂയ, മൂടുമ്പോൾ, ഭയം നമ്മെ നിയന്ത്രിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് തന്നെ കൺട്രോൾ ഇല്ലാതെ നാം പല കാര്യങ്ങൾ ചെയ്തെന്ന് വന്നേക്കാം. And if we distance and move away from Jesus, fear will engulf us and we start doing things we wouldn't have liked to do. എന്നാൽ അവിടം കൊണ്ട് സംഗതി തീരുന്നില്ല. But it does not end there. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ അധ്യായത്തിൻ്റെതായ 61-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? If you can read verse 61. ആമേൻ. 6. ആ ആ Amen. Hallelujah. And Peter remembered the word that the Lord had spoken to him, before the cock crows today, you will disown me 3 times. And he went outside and wept bitterly. Amen. നമുക്ക് നല്ല രീതിയിൽ മാതൃകയാക്കാവുന്നതായ ഒരു സംഗതിയാണ്. This is a great example for us. Amen. എന്താണ് ഇവിടെ നമ്മൾ സംഭവിക്കുന്നത്? What happens here? Amen. പത്രോസിന്റെ ജീവിതത്തിൽ പാളിച്ച വന്നു, ശരിയാണ്. Yes, it happened that Peter slipped. അവൻ കൂടെ നടന്നതായ കർത്താവിനെ തള്ളി പറഞ്ഞു, ശരിയാണ്. It is true that he disowned Christ. അവർ വളരെ വളരെ നല്ല വെളിപ്പാട് പ്രാപിച്ചതായ ആ വ്യക്തിയെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്, നീ പറയുന്നത് എനിക്ക് തിരിയുന്നത് പോലും ഇല്ല എന്ന് പറഞ്ഞു തള്ളി പറഞ്ഞു. To the person who had so much revelation, he says, I don't understand. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു കാര്യം, കർത്താവ് ഒന്ന് നോക്കിയപ്പോൾ അവരുടെ നോട്ടം, ഹല്ലേലൂയ, ആ കർത്താവിലേക്ക് ഒന്ന്, ഹല്ലേലൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഭയങ്കരമായ പരിവർത്തനമാണ് നടക്കുന്നത്. Well, what we see here is when he looked at Jesus, when their eyes met, you see a transformation is happening. അവർ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളതായി ദൈവത്തിന്റെ ആലോചന എന്തെന്ന് ചോദിച്ചാൽ, നമ്മെ അറിയുന്ന ഒരു കർത്താവ്, നമ്മൾ പോകുന്നതായ സാഹചര്യത്തെ മനസ്സിലാക്കുന്ന കർത്താവ് നമ്മെ സദാ സമയത്തും നോക്കിക്കൊണ്ടിരിക്കുന്നു.
Here is the Spirit of God telling you this morning, there is a God, there is a Spirit of God that is keeping a close watch over you. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും ആ സങ്കീർണതയുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. No matter how difficult the circumstances, there is a God who's watching over you. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ നോട്ടത്തിൽ അവൻ പത്രോസും തിരിച്ചു നോക്കുന്നു. But here we see Peter look back at Jesus. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ നമുക്കിപ്പോൾ പറ്റുന്നതായി പലപ്പോഴും സംഭവിക്കുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് നോക്കുന്നെന്നറിയാം, കർത്താവ് മനസ്സിലാക്കുന്നെന്നറിയാം, അപ്പോഴും ഹല്ലേലൂയ നമ്മുടെ നോട്ടം വല്ലയിടത്തുമായി മാറും. But the problem is God is watching us, but our focus is somewhere else. ആമേൻ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, Let me give you an example. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാം. Let me tell you one thing as I stand here. ആമേൻ. ഹല്ലേലൂയ. അതായത് ഞാൻ പ്രാർത്ഥിക്കാൻ തക്കവണ്ണമുള്ളതായി പേര് പറയുമ്പോഴേ, When I ask certain people to pray, എല്ലാവരുടെയും തല ഇങ്ങനെ കുനിയുന്നതാണ്. I can see everyone's head bow down. എൻ്റെ പേര് പറയല്ലേ, എൻ്റെ പേര് പറയല്ലേ, എൻ്റെ പേര് വിളിച്ചു പറയല്ലേ എന്നുള്ളതായ നിലയിലാണ് അതിൻ്റെ ആ കുനിയുന്നതിൻ്റെ കാരണം. And that bowing means let it not be me, let it not be me. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴേ അത് പിടികിട്ടത്തുള്ളൂ. Only when you stand here you will notice this. നേരെ നിൽക്കുന്നത്, നേരെ ഇരിക്കുന്നത് വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഞാൻ പറയുമെന്ന് അവർക്ക് തോന്നുന്നതായി പ്രിയപ്പെട്ടവർ മിക്കവരും എല്ലാവരും ആ സമയത്ത് ഇനിയിപ്പം ഇന്നോട്ട് മാറുമായിരിക്കും. Now it may change from today, but everyone knows what I'm talking about. ഇതുവരെ ഇങ്ങനെയായിരുന്നു. So far it has been this way. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെതായ സാരം, കർത്താവ് നമ്മെ നോക്കുമ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. And when God is watching us, if you do not watch back, how will we meet? ദൈവജനമേ, ഞാൻ പറയുന്നത് ഹല്ലേലൂയ, പത്രോസ് അപ്പോൾ കർത്താവിനെ നോക്കി. Children of God, Peter looked at Jesus. ഹല്ലേലൂയ. ഇതിനു മുമ്പേ കർത്താവിനെ നോക്കിയ ഒരു സാഹചര്യം പത്രോസിന് അപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കാം. He may be thinking about another time that he looked at Jesus. ഞാൻ നേരത്തെ ഓർപ്പിച്ചതായ കാര്യമാണ്, വെള്ളത്തിൽ നടന്ന വ്യക്തി താണുപോകുന്നതായ ഒരു സാഹചര്യത്തിൽ കർത്താവിനെ വീണ്ടും നോക്കി. I reminded earlier when he was drowning, he looked at Jesus. ഹല്ലേലൂയ. വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ താഴുകയാണ്, എൻ്റെ പാദങ്ങൾ നിൽക്കുന്നില്ല, ഞാൻ വിചാരിച്ചത് ഇത് ഹല്ലേലൂയ നടന്നു വരാമെന്നാണ്, പക്ഷേ ഇത് താഴുകയാണ്. പക്ഷെങ്കിൽ താഴുന്ന മാത്രയിൽ അവൻ കർത്താവിനെ നോക്കി. He was still thinking, I can walk, but he was sinking. But as he was sinking, he looked at Jesus. ആമേൻ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ എനിക്ക് നിങ്ങളോട് ദൈവത്തിന്റെ ദൂതായിട്ട് പറയുവാൻ തക്കവണ്ണമുള്ളത്, താഴുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഹല്ലേലൂയ മറ്റാരിലും നോക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിന് നോക്കുക. The Spirit of God tells you this: when you are drowning, do not look anywhere else, look at Jesus. ഹല്ലേലൂയ. കർത്താവിലേക്ക് അവനൊന്ന് നോട്ടം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ He fixed his gaze upon Christ. അവന് മനസ്സിലായി. He realized this. ഹല്ലേലൂയ. നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടി, നമ്മുടെ കുഞ്ഞ് വീട്ടിൽ വന്ന് കള്ളം പറയാന്ന് വിചാരിക്കുക. Let me tell you in a way you can understand. Let's see if kid comes home and speaks lies. പപ്പായോടോ മമ്മിയോടോ ഇങ്ങനെ കള്ളം പറഞ്ഞിരിക്കട്ടെ. Let's say he's speaking lies. പപ്പയും മമ്മിയും ഒന്നിച്ച് ചേർന്നിരുന്നോട്ട് മോന്റെ കള്ളം അല്ലെങ്കിൽ മോടെ കള്ളം ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെതായ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? Now think about it. If the father and mother can prove that the kid was speaking lies, കുഞ്ഞ് വളരെ ഷൈ ആയിട്ടും അതുപോലെ അത് ലജ്ജിച്ച് ചിലപ്പോൾ കരയുമായിരിക്കും. now the kid may realize his folly and become embarrassed. ഇതാണ് ഇവിടെ സംഭവിച്ചത്. The same thing is happening here. ഹല്ലേലൂയ. പത്രോസ് എന്നെ പിടിച്ചല്ലോ, എന്റെ കള്ളം പിടിപിടിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അവൻ പുറത്തിറങ്ങിയിട്ട് കർത്താവേ അവിടുന്ന് സകലവും അറിയുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഉള്ളുരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചു. And Peter realized this, his embarrassingly, his folly, and he looked at him and said and cried. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 52ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ We read in the 52nd verse, അവൻ so പുറത്തിറങ്ങി he came outside. അതിദുഃഖത്തോടെ കരഞ്ഞു. 62, he went outside and wept അവൻ bitterly. ആ സിറ്റുവേഷനിൽ നിന്ന് അവൻ പുറത്തിറങ്ങി. He came outside the situation. ആ സാഹചര്യത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങി. He was delivered from that situation. അവൻ പുറത്തിറങ്ങിയിട്ട് കർത്താവ് അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കുവാൻ.
He came outside and said, "Only you, Lord, is my hope." ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, പത്രോസിന്റേതായ ജീവിതത്തിൽ ഹല്ലേലൂയ അത് ഒരു മാനസാന്തരത്തിന്റെ മടങ്ങി വരവിന്റേതായ ഹല്ലേലൂയ ഒരു ആരംഭമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ We കഴിയും. realize it is the beginning of a return and a redemption of Peter. അവൻ ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ കർത്താവിനെ അവർ പിടിച്ചു. But they caught hold of Jesus. അവൻ കർത്താവിനെ അവര് അടിക്കുകയും ഉപദ്രവിക്കുകയും അവൻ പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. കർത്താവിനെ അടക്കം ചെയ്തു. They persecuted him. They persecuted Jesus, hung him on the cross, and they buried him. അവൻ ഹല്ലേലൂയ ഈ സമയത്തൊന്നും നമുക്ക് ഹല്ലേലൂയ പത്രോസിന്റെ അവസ്ഥകളെ കുറിച്ച് നമുക്കറിയില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു We അവസ്ഥയായിരുന്നു. do not know what Peter went through at that time, but we can guess that it must have been a time of great disappointment. ഞാൻ വെറുതെ പറയുന്നതല്ല, പിന്നെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ അങ്ങനെ നിരാശയുടേതായ പടുകുഴിയിൽ വീണ് കഴിഞ്ഞപ്പോൾ പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. And that we realize when Peter was in the midst of this grief, he said, "I'm going back fishing." ആമേൻ. ഹല്ലേലൂയ. എങ്ങനെയായിരുന്നതായ ഒരു പത്രോസായത്? What kind of Peter is this? അപ്പോൾ ഞാൻ ഇത് പത്രോസിനെ കുറിച്ച് എന്തെല്ലാം കാര്യമാണ് ഞാൻ വിവരിച്ചു പറഞ്ഞത്. I began describing all the wonderful things about ഒരു Peter. വേളയിൽ ഒരു സമയത്ത് അവൻ കർത്താവിന് വേണ്ടി എല്ലാം വിട്ട് കളഞ്ഞിറങ്ങിയ വ്യക്തിയാണ്. One time he abandoned everything he owned to follow Jesus. അവൻ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. He offered to give his life for Jesus. അവൻ കർത്താവാണ് എല്ലാറ്റിനും എല്ലാമാണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. He knew Jesus was the know-it-all, everything for him. എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ നിരാശ വന്നു കഴിഞ്ഞപ്പോൾ ഇനി കർത്താവ് ഹല്ലേലൂയ ഉയർക്കയില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി കർത്താവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഞാൻ മടങ്ങിപ്പോവുകയാണ്. But here in his hopeless situation, knowing that Jesus buried, he goes back to his fishing. അവൻ നമ്മളെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 21-ാം അധ്യായം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. In the Gospel of John 21, that's what we learn. അവൻ ഹല്ലേലൂയ അവന്റെ കൂടെ പോകുവാനും ചിലരുണ്ടായിരുന്നു. And not only him, there were others who were willing to follow Peter back to fishing. ആമേൻ. നാം ബാക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മോടൊപ്പം നമ്മെ സഹായിക്കുവാൻ ആൾക്കാരുണ്ടായിരിക്കും. What we learn is when we backslide, there are others to help us നാം backslide. പിന്മാറി ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇതാണ് നല്ലത് എന്ന് പറയുവാനും ചിലപ്പോൾ ആൾക്കാരുണ്ടായിരിക്കാം. When we move away from Jesus, there will be others who will encourage you, saying you are doing the right thing. ആമേൻ. എന്നാൽ ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ, അങ്ങനെ ഹല്ലേലൂയ തള്ളിക്കളയുവാനായിട്ടല്ല കർത്താവ് ഹല്ലേലൂയ പത്രോസിനെ തെരഞ്ഞെടുത്തത്. പത്രോസിനെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പൂർണ്ണമായ ഹല്ലേലൂയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റുവാനായിട്ടാണ് പത്രോസിനെ കർത്താവ് തെരഞ്ഞെടുത്തത്. Jesus did not call Peter for him to be abandoned. He had a very specific purpose for him. ഹല്ലേലൂയ പത്രോസിനെ കർത്താവ് ഹല്ലേലൂയ അവൻ പ്രാതലൊരുക്കി ഹല്ലേലൂയ അവൻ മടങ്ങി വരേണ്ടതിന് കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ആ കടൽക്കരയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. On the shores we see a Jesus who has a plan to get Peter back into the will of God. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു തുടങ്ങിയാൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. In the 15th John chapter 21 verse 15 we read. എന്താ വായിക്കുന്നത്? അവർ പ്രാതൽ കഴിച്ച ശേഷം യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇതാണ് ചോദ്യം. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? And the question Jesus is asking Peter, Simon, son of John, do you truly love me more than these? നമുക്ക് ഈ സംഗതി നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ്. We know this chapter very well. ഹല്ലേലൂയ. കർത്താവ് ഒന്നാമത് ചോദിക്കുന്നു, കർത്താവ് രണ്ടാമത് ചോദിക്കുന്നു, കർത്താവ് അതേ ചോദ്യം തന്നെ മൂന്നാമതും ചോദിക്കുന്നു. Jesus asked the same question 3 times.
ഹല്ലേലൂയ, കർത്താവിനോട് ചോദിച്ചതായ ചോദ്യം, കർത്താവ് പത്രോസിനോടതായി ചോദിച്ചതായ ചോദ്യത്തിൽ ഓരോ ചോദ്യം കഴിയുമ്പോഴും അവൻ പത്രോസ് കർത്താവിൻ്റെതായ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുകയായിരുന്നു. അവനെ റിസ്റ്റോർ ചെയ്യുകയായിരുന്നു. അവനെ ഹല്ലേലൂയ അവൻ കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് പുനരുദ്ധരിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുവാൻ കഴിയുന്നത്. What we see is after each question, Jesus was restoring Peter and redeeming him. ഹല്ലേലൂയ, എന്താണ് ഇവിടെ സംഭവിച്ചതായ സംഗതി? What has happened over here? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ റിസ്റ്റോറേഷൻ്റെതായ പ്രാരംഭപ്പടി നടന്നു കഴിഞ്ഞു. When Jesus fixed his eyes on Peter, the restoration began. ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ അവൻ അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയപടിയിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനിച്ച ഇറങ്ങി പുറപ്പെട്ടതായ പത്രോസിനെ തേടി വന്ന ദൈവസ്നേഹം നമുക്ക് അവിടെ കാണാൻ കഴിയും. We see here the love of God that came searching again for Peter, who went back to his old ways. അവിടെ നിന്ന് നമുക്ക് ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതായ സംഗതി എന്നത് ചോദിച്ചാൽ പത്രോസ് പറയുന്നത് ഹല്ലേലൂയ കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ തന്നെ താഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. But we see Peter says, you know that I love you, you know everything, and he humbles himself in the presence of Jesus. ദൈവജനമേ, നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ ദൈവം ഉയർത്തുമെന്നുള്ളത് ഹല്ലേലൂയ സംശയമില്ലാത്തതായ സംഗതിയാണ്. Be in no doubt, if you humble yourself in the presence of God, he will lift you up. അവൻ പത്രോസ് അവിടെ അതാണ് സംഭവിച്ചത്. This is what is happening to Peter. കർത്താവേ, എനിക്ക് പല കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. Peter said, I had my own calculations. അവൻ ഹല്ലേലൂയ പല സംഗതികളും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. I had certain plans about my life. എന്നാൽ അവിടുന്ന് എന്നെ സ്നേഹിച്ച് ഈ രാവിലെ സമയം കടന്നു വന്നത് എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്, എന്നെ കരുതിയത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ മൊത്തമായി എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് കടന്നു പോകുന്നത്. But Peter stands over there and says, Lord, I know you have plans for me, and he humbles himself in the presence of God. ഹല്ലേലൂയ. പിന്നെ നമ്മൾ പത്രോസിനെ ഹല്ലേലൂയ കാണാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ അവന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഹല്ലേലൂയ 1-2 വാക്യങ്ങളിലേക്ക് ആളുകൾ 1-2 ചാപ്റ്റേഴ്സിൽ കടന്നു വരുമ്പോൾ നമുക്ക് പത്രോസിനെ കാണാൻ തക്കവണ്ണം. And when Peter goes from there, next we get introduced to him in Acts chapter 1 and 2. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? In the book of chapter 2 verses 14. Amen. വായിച്ച ഇംഗ്ലീഷ്. Then Peter stood up with the 11, raised his voice and addressed the crowd. Fellow Jews and all of you who live in Jerusalem, let me explain this to you. Listen carefully to what I say. Amen. Hallelujah. ഇവിടെയാണ് നമുക്ക് മാറ്റം ദർശിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. Here is where we witness the transformation. ഞാൻ നേരത്തെ പറഞ്ഞു പത്രോസ് ആരായിരുന്നു? ഹല്ലേലൂയ, ഒരു അതായത് പേടിക്കുന്നതായ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. Earlier we were introduced to a fearful Peter. പത്രോസ് ആരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഉപജീവന മാർഗത്തെ കുറിച്ച് തന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു തരത്തിലും എത്തും പിടിയും കിട്ടാത്തതായ ഒരു വ്യക്തിയെ പോലെയായിരുന്നു അതായത് താൻ ആക്ട് ചെയ്തത്. He was earlier worried about his livelihood and acting clueless. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് 11 പേരോടുകൂടെ ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടുകൂടെയാണ് പുരുഷാരത്തെ അഭിസംബോധന ചെയ്യുന്നത്. But now we see Peter standing with 11 and addressing a crowd boldly. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? What happened in between these two? ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ടൊക്കെ എനിക്ക് അനേക സംഗതികൾ എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുണ്ടെങ്കിലും ഹല്ലേലൂയ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ലല്ലോ. Because of the paucity of time I cannot get into all that I want to say. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഹല്ലേലൂയ അവർ കാത്തിരുന്നു.
They waited upon the Holy Spirit as Jesus promised. അവൻ വാഗ്ദത്തത്തിൻ്റെതായ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ അവർക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. They were able to receive the promise of the Holy Spirit. അവർ അന്ന് മാളികമുറിയിൽ ഹല്ലേലൂയ കൂടിയിരുന്നതായ 120 പേരും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. All the 120 who waited in the Holy Spirit were filled and they spoke in tongues. ആമേൻ ഹല്ലേലൂയ അവിടെ കൂടി വന്ന യഹൂദൻ മാത്രമല്ല അതുപോലെ അതിന് ചുറ്റുപാടും നിന്ന് കടന്നു വന്ന സകല ജാതികളും ദൈവികമായ വൻകാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കുവാനിടയായി. And they're not just the Jews, on every nationality that was gathered there, they could hear the language. അവർ ഇതുവരെയും കണ്ടതായ ശിഷ്യന്മാരെ അല്ല, ഇതുവരെയും കണ്ടിരുന്നതായ വിശ്വാസികളെ അല്ല, അവർക്ക് അന്ന് അവിടെ കൂടി വന്നതായ പുരുഷാരത്തിന് കാണുവാനിടയായത് ധൈര്യമുള്ളവരായിട്ടാണ് അവരെ The കാണുവാനിടയായത്. crowd that were witnessing were not seeing the disciples of old, they were seeing a bold group. ഞാൻ ചിന്തിക്കുന്നത് അന്ന് ആ കടന്നു വന്നവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ അവൻ ഹല്ലേലൂയ പടയാളികളുടെ കൂട്ടത്തിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നിരിക്കാം, റോമ സൈന്യത്തിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്നവരും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ ഈ മനുഷ്യനല്ലേ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ അകലം വിട്ട് അവൻ യേശുവിനെ അനുഗമിച്ചെന്നൊക്കെ അവർ ചിന്തിച്ചേക്കാം. Now I'm imagining in the crowd was also the Roman soldiers who previously saw a Peter who distanced himself from Jesus. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അവൻ എങ്ങുന്നില്ലാത്ത, അവൻ എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത് എന്ന് മനസ്സിലാകാത്തതായ നിലയിൽ അവൻ ദൈവത്തിൻ്റെതായ ആത്മാവിനാൽ ഹല്ലേലൂയ നിയന്ത്രിക്കപ്പെട്ടിട്ട് പൗലോസ് എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. And this Peter who's standing there boldly and the crowd watches in amazement like, where did he get his courage? അവൻ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നതിൻ്റെതായ കാരണം, ഭയപ്പെടുന്നതിൻ്റെതായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആത്മാവിനെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. I stand in the word and tell you this, your fears and your failures are because you are not able to understand the power of the Spirit that God has given. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെതായ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചുറ്റുപാടും നടക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത, ഉള്ളിന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് എന്നത് ചോദിച്ചാൽ ഞാൻ സേവിക്കുന്നത്, ഞാൻ സാക്ഷിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. അവൻ എന്നെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു, അവൻ എന്നെ ഇപ്പോഴും താങ്ങുന്നു, അവൻ എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന ചിന്തയാണ്. And even as they're standing in this crowd, there is a thought that is overruling the mind. There is a God watching over me and upholding me and keeping me. ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട് താൻ ഹല്ലേലൂയ യോവേലിന്റെ പ്രവചനത്തെ കുറിച്ച് കർത്താവിൻ്റെതായ അതായത് വചനത്തിന്റെ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞ് കടന്നു വന്നതായ പ്രിയപ്പെട്ടവരിലേക്ക് സുവിശേഷത്തിൻ്റെതായ സത്യം വാരി വിതറുവാൻ തക്കവണ്ണം പത്രോസിനെ കർത്താവ് ഉപയോഗിച്ചു. And he stands there interpreting the prophecy of Joel and sharing it with this group. ദൈവമേ ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ നിങ്ങളോടൊരു പറയുവാനുള്ളതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, As we sat in the midst, I want to tell you this one thing. ഒരു വലിയ ടേൺ അറൗണ്ട് ആണ് ജീവിതത്തിൽ, പ്രത്യേകിച്ച് പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. What we just witnessed is an amazing turnaround in the life of Peter. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ മാറ്റങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? Are there any of you expecting this turnaround? നാം ദൈവത്തിൻ്റെതായ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ, When we come to the presence of God, worship and go back. നമ്മൾ കടന്നു വന്നിട്ട് ഫെലോഷിപ്പ് നമ്മൾ കൂട്ടായ്മ ആചരിച്ചിട്ട് കടന്നു പോകുമ്പോൾ, After we return from this fellowship, നാം വന്നതുപോലെ അല്ല പോകേണ്ടത്. കൂടുതലായി തേജസ് പ്രാപിച്ചവരായി, കൂടുതലായി വിശ്വാസത്തിൽ വർദ്ധിച്ചവരായി, കൂടുതലായി കർത്താവിനോട് അടുത്തവരായിട്ട് വേണം പോകുവാൻ. when we go back, we should go back filled in faith, grown in spirit and expectations. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? How does this happen? ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, When the Spirit of God comes into us, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രോബ്ലത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, when the Spirit of God comes into our problem, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ രോഗത്തിന്റെ മധ്യത്തിൽ ഇറങ്ങുമ്പോൾ, amidst our sin comes, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ ഇറങ്ങും
comes down into the people, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് ഇറങ്ങുമ്പോൾ, when the Spirit comes into the church, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുടുംബത്തിലേക്ക് ഇറങ്ങുമ്പോൾ, when the Spirit is in the family, നമ്മൾ ചിന്തിക്കാത്ത നിലയിലുള്ളതായ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. we can see the wonders of God and beyond our imagination. അതല്ലേ ചെയ്യുന്ന കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. And he is a God who's not going to reject you because of your fears and your failures and weakness, but he invites you to come back so that he can hold you close. ഇന്ന് എന്റെ ജീവിത പ്രശ്നത്തിന് മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ നിറയപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ജീവിതമായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? How many of you this morning can stand and commit yourself and submit to God? I'm not going to run away, but I am going to stand firm in your promises. നമ്മുടെ കർത്താവിൻ്റെതായ ദൈവം വാഗ്ദത്തം ചെയ്തതായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയല്ല, നമ്മൾ ആള് മാറിയവനെ പോലെയാകും. Once the promise of Holy Spirit comes into us, we will not be the same. We will be a new person. നമ്മുടെ അവസ്ഥകൾക്ക്, നമ്മുടെ സംസാരങ്ങൾക്ക്, ഇടപാടുകൾക്ക്, നമ്മുടേതായ സ്വഭാവത്തിന്, നമ്മുടെ ഡീലിംഗ്സിനെല്ലാം മാറ്റം വരും. There will be changes to the way, the manner, our mannerisms, our habits and our behavior. ഈ അവസ്ഥകളിൽ കർത്താവ് എനിക്കും പത്രോസിനെ പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായി ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യുവാൻ, അഭിമുഖീകരിക്കുവാൻ ദൈവമേ കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us ask God and pray, God, give me the courage so that I can face the circumstances that I face. നമ്മെ തന്നെ ഒരു മിനിറ്റ് സമർപ്പിക്കാം. എല്ലാവർക്കും ഒരു മിനിറ്റ് തലകളെ മടക്കി പ്രാർത്ഥിക്കാമല്ലോ. എല്ലാവരും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ടതാണ്.